പറഞ്ഞിട്ടിപ്പോൾ എന്തോ കാര്യം? നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റൂ. അവൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരു എണ്ണം കിട്ടാനാണെങ്കിലും നമ്മളെ കൂട്ടുകാരനായി പോയി. അത് ശരിയാണ്. നീ കരയേറിയടേ, അവൻ്റെ സമയമായപ്പോൾ അവൻ പോയി. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അത് ശരിയാണ്. നിങ്ങൾ ആരായിട്ട് വരും? അപ്പച്ചിൻ്റെ മോനെന്നൊക്കെ പറയുന്നുള്ളൂ. എന്നെ എന്തോ കാര്യം നോക്കാൻ നമ്മളെ. എനിക്കിപ്പോൾ അതൊന്നും അല്ല, വലിയ ടെൻഷൻ അതൊന്നുമില്ല. പിന്നെ നീ കാര്യം പറയാം. ഈ സാധനം തീർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാ ആ കിടക്കുന്ന ഉണ്ടായിക്കൊണ്ട് വരൂ. പക്ഷേ വിഷമം വെള്ളം ഒഴിച്ചില്ലേ? പക്ഷെ വിഷമം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. വിഷമം കുറേച്ചാൽ മതി, മനസ്സിലായില്ലേ? ഇനിയിപ്പം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ച് തീർക്കുക, അങ്ങോട്ട് ചെന്ന് ബാക്കി കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യും. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ വലിയ അലമ്പൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. സംസാരിക്കാൻ ആരും അതാണ് വിഷയം. ആരും ഇല്ലാതെ നമ്മൾ എന്നോട് പോയി കാര്യങ്ങൾ റെഡിയാക്കണം. അറിയാലേ, നമ്മളാണ് മെയിൻ. അല്ല, ഞാൻ ആരും സംസാരിക്കണ്ടായിരുന്നില്ല. കണ്ടിട്ട് വരാന് അവസാനം കണ്ടിട്ട് വരാന്ന് നീ കാണുന്നില്ല. ശേ, നീ അവൻ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വയ്യ. ഒരു അയ്യോ ഈശ്വരാ, എനിക്കത് സഹിക്കാൻ വയ്യായേ. അയ്യോ എനിക്ക് അയ്യോ നമുക്ക് എണീറ്റ് പോവാ. പാട്ടി സംസാരം ഒറ്റയ്ക്ക് പോയോ? അവരെ മാമനും കൊണ്ട പട്ടി കളിയുടെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് പോയല്ലോ. എങ്ങനെ പട്ടി കളിനാ? നിന്റെ കാര്യം പട്ടി കളിനാ? പട്ടി കളിക്കാതെ എന്നോട് പട്ടി കളിക്കുന്ന കാര്യം തരേ എന്തൊരു കാര്യം പട്ടി കളിക്കണം. என் நண்பனை போல ஒருத்தனை நான் பார்த்ததில்லையே, நான் பார்த்ததில்லையே. என் நட்பை போல கதையில் கூட கேட்டதில்லை.